അതെ, ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് വീട്ടിലുണ്ടാക്കിയാലോ? അതിനായി ഒരു ബൗൾ എടുത്തതിന് ശേഷം 250 ml ചെറിയ ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം 10 ഗ്രാം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്. ഈസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും മിശ്രിതം നന്നായി ഇളക്കി യോജിപ്പിക്കാം. രണ്ട് മുട്ട കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് നന്നായി യോജിപ്പിക്കാം. അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് നല്ലവണ്ണം വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം 3 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറും നന്നായി യോജിപ്പിക്കാം. അതിനുശേഷം 2 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. മാവ് കുറേശ്ശെയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുമിച്ച് മാവ് ഇട്ട് കൊടുത്താൽ കട്ട കെട്ടുവാൻ സാധ്യതയുണ്ട്. അത് കാരണം കുറേശ്ശെയായി മാവ് ഇട്ട് കൊടുത്ത് നമുക്ക് യോജിപ്പിക്കാം. സ്പാച്ചുല കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ശരിക്കും കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം മാവിലോട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. ഞാൻ ഒലിവെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാവിൻ്റെ മുകളിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഒരു ക്ലിയർ റാപ്പ് ഉപയോഗിച്ച് ശരിക്കും അതിനെ കവർ ചെയ്ത് മൂടി വെക്കാം. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാവ് എടുത്തപ്പോൾ നല്ല സോഫ്റ്റായി മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അത് എയർ കളയുന്നതിനായി വീണ്ടും നമുക്ക് ഒന്ന് കുഴച്ച് കൊടുക്കാം. കുഴിച്ചതിന് ശേഷം ഒരു പരന്ന പ്രതലത്തിൽ കുറച്ച് പൊടി വിതറിയതിന് ശേഷം വീണ്ടും മാവ് ഒന്നുകൂടെ കുഴച്ച് കൊടുക്കാം. ബട്ടറിൽ ഉപ്പുള്ളത് കാരണം ഞാൻ വീണ്ടും അതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. നല്ലവണ്ണം മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം ഒരു ട്രേ എടുത്ത് അതിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് പൊടി വിതറി ചെറിയ ബോളുകളാക്കി മാവ് എടുത്തു വയ്ക്കാം. എടുത്തു വെച്ച മാവ് ഒരു പരന്ന എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിന് ഒരു ഷേപ്പ് കിട്ടും. ചെറിയ ഉരുളകളാക്കിയ മാവിന് ഒരു ഷേപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് കുഴിയിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മാവിലും കുഴിയിട്ടതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അത് മൂടി വെക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ ബട്ടർ പേപ്പറിനോട് കൂടെ തന്നെ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
എണ്ണ ചൂടാകുമ്പോൾ ബട്ടർ പേപ്പറിങ് എടുത്ത് കളയാവുന്നതാണ്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്ത് നല്ലവണ്ണം ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് പുറവും വേവിച്ചെടുക്കാം, മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മൂത്ത ബണ്ണുകൾ അത് എണ്ണയിൽ നിന്നും എടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാരപ്പൊടി തൂക്കി കൊടുക്കാം, ചോക്ലേറ്റ് ലിക്വിഡും പുരട്ടി കൊടുക്കാം. അങ്ങനെ ചെയ്ത ഡോണട്ട്സ് ആണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണട്ട്സ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.